Hello, welcome to our channel, The Wheel of Fortune 7 Tarot. എല്ലാവരും സേഫ് അല്ലേ? ബിക്കോസ് ഇപ്പം റീസെൻ്റായിട്ട് നമ്മൾ കുറേ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രെയർ ചെയ്യുക കേട്ടോ. ശരിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താ പറയുക, നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമുക്കിപ്പം അത് മാത്രമല്ല, ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ മഴയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ടൈമിലും നമ്മളെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ അതിന് ഫസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എത്രയോ ആളുകളാണ് ജസ്റ്റ് റീസെൻ്റായിട്ട് ആക്സിഡൻറ്റ്, ഒരു മണ്ണിടിച്ചിലും അതും ഇതുമൊക്കെ വന്നിട്ട് ഇതായിട്ടുള്ളത് അല്ലേ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രെയർ ചെയ്യുക, ഒപ്പം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തതിന്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തതിന്, നമ്മളുടെ ലവ്ഡ് വൺസ് സേഫായിട്ടിരിക്കുന്നതിന്, ഇത്രയും മഴയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ടൈമിൽ ശരിക്കും നമുക്ക് ആ ഒരു ദൈവത്തിൻ്റെ അത്രയും വലിയൊരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഒരു പ്രശ്നങ്ങളും പ്രോബ്ലംസും ഉണ്ടാവാതെ സേഫായിട്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം, റീഡിങ്സിലേക്ക് പോവാം. എല്ലാവരും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. 3 ടൈംസ് അവരുടെ നെയിം പറയുക. എനിക്ക് നല്ല രീതിക്ക് തൊണ്ടവേദനയുണ്ട്, ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ട്, എനിക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് സൗണ്ട് കുറച്ചായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക കേട്ടോ. Divine, please guide me and every voice in the person, the afternoon current feelings and time. ശരിക്കും ഇതൊരു കറണ്ട് ഫീലിങ്സ് ആണ് കേട്ടോ. Two of coins, Hierophant. Please guide me. The Tower. Ace of Wands. Please guide me. Temperance. High Priestess, Queen of Swords, King of Coins. Okay. Bottom of the deck, the Magician. Magician. I hope card visible. 1 minute. ജസ്റ്റ് ഞാനൊന്ന് ടോറൊക്കെ ലുക്ക് ചെയ്യാൻ പോയതാണ്. പ്രസൻറ്റ് സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിൻ്റെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. ഓക്കെ, ടവർ മൂവ്മെൻറ്റ് മീൻസ് പെട്ടെന്നൊരു പൊട്ടിത്തെറി ഈ ഒരു കണക്ഷനിൽ. എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നൊരു ടവർ മൂവ്മെൻറ്റ് ഉണ്ടായി. ഓക്കെ, പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം, ഈ ഒരു കണക്ഷൻ എനിക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. മേ ബി ഇത് മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഫാമിലി ഉണ്ടായിരിക്കാം, ഫാമിലിയെയും ഈ ഒരു കണക്ഷനെയും ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് സെപ്പറേറ്റ് ആകാമെന്ന് നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, ഇവിടെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി സ്പിരിച്വാലിറ്റിയിൽ ബിലീവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആവാം. റെയർ കേസസ് ആണ്. ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് റെസനേറ്റ് ആക്കി വെച്ചുകൊണ്ടിരിക്കേണ്ട. എനിക്ക് കാണാൻ പറ്റുന്ന, എനിക്കറിയാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്ത് വെക്കുന്നുള്ളത് കേട്ടോ. ഒരു സ്പിരിച്വൽ പേഴ്സണുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഇനി അങ്ങനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അറിയാമല്ലോ നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വൽ അല്ല, മേ ബി എന്തെങ്കിലും ആസ്ട്രോളജിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക പള്ളികളിലോ അങ്ങനെ എന്തെങ്കിലും പ്രീസ്റ്റ് അങ്ങനെയുള്ള എനർജീസൊക്കെ ആവാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ മുന്നിലെ ആളുകൾ ഡിസിഷൻസിന് വേണ്ടിയിട്ട് വരുന്നുണ്ടാവും, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. ഈ ഒരു എനർജീസ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നത്.
ഫോർ സം ഓഫ് യു വളരെ റെയർ കേസസിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാവാം, നിങ്ങളുടെ ബോസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് കോയിൻസിൻ്റെ എനർജീസാണ് ബോട്ടംസിലുള്ളത്. പ്രസൻറ്റ് എനർജീസ്, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനിങ്ങിൻ്റെ എനർജിയിൽ നിൽക്കുകയാണ്. കണ്ടീഷനിങ് എനർജീസ് എന്താണ്? വളരെ റെയർ കേസസ് ഞാൻ പറയാം. ഇവിടെ വിഡോ ആയിരിക്കാം നിങ്ങൾ റീഡിങ് കാണുന്നുള്ളവർ ചിലരൊക്കെ. ഐ ഡോണ്ട് നോ, ബട്ട് എനിക്കത് ഫീൽ ചെയ്തു ആ ഒരു എനർജി. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം, മീൻസ് അയാൾ മാരീഡ് ആണ് ഓൾറെഡി. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയും ഇവിടെയുണ്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാരീഡ് ലൈഫിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ലേൺ ചെയ്തിട്ടുള്ള ആ ഒരു ലെസൺസ് കൊണ്ട് നിൽക്കുന്ന ആ ഒരു നിങ്ങളെ കൂടുതൽ എക്സ്പെക്റ്റേഷൻസോ പിന്നീട് ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു സ്നേഹമോ ലവോ കെയറോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ടൈമിലായിരിക്കും വീണ്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിൽ. ഇവരുമായിട്ട് കണക്റ്റഡ് ആയപ്പോഴേക്കും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു എനർജി, അത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി അധികം സന്തോഷിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടാവാം. ആ ഒരു എനർജീസാണ്. ബട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുമ്പോഴും എന്തോ ഒരു പെർഫെക്ഷൻ എന്നുള്ള രീതിക്ക് ഇവിടെ ഒരു സഡൻ ടവർ മൂമെൻറ്റ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കാർഡ്സിനെയും ക്ലാരിഫൈ ചെയ്ത് നോക്കാവേ. Divine, please guide me. Why here is Hierophant? Why here is Hierophant? Please guide me, Divine. And the viewers and the person that എന്തുകൊണ്ടാണ് Hierophant വന്നിട്ടുള്ളത്? Why here is Hierophant? 10 of Swords. വളരെ പെട്ടെന്ന് ഈ ഒരു വ്യക്തി ഒരു 1 day വന്നിട്ട് ഈ ഒരു കണക്ഷൻ എൻഡ് ചെയ്തിട്ട് പോയതായിരിക്കും. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു എന്താ പറയുക ഷോക്കായിട്ടുണ്ടാവും. പെട്ടെന്ന് ഷോക്കിംഗ് ലോസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞോളം നിങ്ങൾക്ക് വല്ലാണ്ടൊരു നിങ്ങൾ അതിശയപ്പെട്ടിട്ട് പോയിട്ടുണ്ടാവും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ പെട്ടെന്ന് ഇത്രയും ഒരു കണക്ഷൻ എൻഡായി പോയത്. ഇവർ റീസൺ പറഞ്ഞിട്ടുള്ളത് ഫാമിലി ആയിരിക്കും. എനിക്ക് എൻ്റെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു എനർജി ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു എനർജീസ് വെച്ച് നോക്കുമ്പോഴേക്കും എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ പാസ്റ്റ് എനർജീസിൽ അത്രയും സ്റ്റക്കായിട്ട് നിന്നിട്ട് വീണ്ടും ഈ ഒരു കണക്ഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ബിലീവ്സ് വന്നിട്ടുണ്ടാവും. ലവ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ബിലീവ് വന്നിട്ടുണ്ടാവാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളെ എന്താ പറയുക സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തി ഒത്തിരി അധികം. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിങ് ഓഫ് കോയിൻസിൻ്റെ എനർജീസ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് കോയിൻസ് ഒക്കെ എപ്പോഴും സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. എന്താ കിങ് ഓഫ് കോയിൻസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവരുടെ ഫാമിലി, അവരുടേതായിട്ടുള്ള എക്സാമ്പിൾ ഇയാളെപ്പോഴും എന്താ കൂടുതലായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ കൂടുതലായിട്ട് പൈസ വേണം, എനിക്ക് പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. പൈസയ്ക്ക് ഭയങ്കരമായിട്ടും എന്താ നമ്മൾ പറയത്തില്ല, ചില ആളുകളുണ്ടല്ലോ എന്തോരം ഉണ്ടെന്ന് പറഞ്ഞാലും ഇയാൾക്കത് തികയുന്നുണ്ടാവില്ല. ഓൾറെഡി ഇവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവാം, ഫാമിലി ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഫാമിലി പരമായിട്ട് ഇവരുടെ കയ്യിൽ ഓൾറെഡി ക്യാഷ് ഉണ്ടാവാം. പക്ഷെ എന്നാൽ പോലും ഈ ഒരു വ്യക്തി എന്താണ് ഇവർ ഇനിയും കാശ് വേണം എന്നുള്ളൊരു എനർജി. ഇനി ഇവർക്ക് ക്യാഷ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇപ്പം ആയിരിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്ന് കുറച്ചുകൂടെ ഗ്രോത്ത് വേണം, കുറേ ക്യാഷ് ഉണ്ടാക്കണം, കുറച്ച് ലാവിഷ് ആയിട്ടിരിക്കണം, ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം ഇവർക്കെല്ലാം എന്താ പറയുക ലാവിഷായിട്ട് നടക്കുന്ന ഒരു എനർജി. പൈസ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൈസ മീൻസ് ആ ഒരു ക്യാഷ് എന്നുള്ള ഒരു എനർജി മാത്രമല്ല, വളരെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പ്രാക്ടിക്കലുമാണ്. നമ്മൾ പറയത്തില്ലേ ഒരു കണ്ണിച്ചൊറയില്ലാത്തൊരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അയാളുടേതായിട്ട് അവിടെ ആ ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി ഉള്ളത്. നിങ്ങളെ പറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള ചിന്തയോ ഉണ്ടാവില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു പാർട്ണറാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ബെറ്റർ ആയിട്ട് പോകണം, എൻ്റെ കാര്യം നോക്കണം എന്നുള്ളൊരു എനർജി ആണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നോക്കാം. Why here is 2 of coins, Divine? Why here is 2 of coins? Please guide me. Why here is 2 of coins?
സെവൻ ഓഫ് വാൻസിൻ്റെ എനർജീസ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് വാൻസ്. സി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു കണക്ഷൻ. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓൺലൈൻ വഴിയായിരിക്കാം നിങ്ങൾ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ലോങ് ഡിസ്റ്റൻസ് അല്ല എങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രോങ് ബൗണ്ടറിയാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് നാളെ ഒരിക്കൽ ഈ ഒരു കണക്ഷൻ കൊണ്ട് നാളെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഇവരുടെ ലൈഫിനെ ഒരു തരത്തിൽ പോലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി എഫക്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ടാണ് ഇവിടെ ഇവരൊരു ബൗണ്ടറി സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഇവരുടേതായിട്ടുള്ള ഇവർക്കുള്ള നെയിമും ഫെയിമിനെയും ബാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്താണോ ഇയാൾ പ്രയോറിറ്റി കൊടുക്കുന്ന എന്താണോ പ്രസന്റ് സിറ്റുവേഷനിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ആ ഒരു സിറ്റുവേഷൻസിന് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ, നിങ്ങളുടെ ഈ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സ്റ്റേജ് അയാളെ ബാധിക്കും എന്നുള്ളൊരു എനർജി. അതുകൊണ്ടൊരു സെൽഫ് ഡിഫെൻസ് ആണ്. നമ്മൾ പറയില്ല രോഗം, ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് കോവിഡ് വന്ന ടൈമിൽ കോവിഡ് വാക്സിൻ എടുത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഡിഫെൻസ് എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുകയാണ്, പ്രതിരോധിക്കുകയാണ്. സ്വന്തമായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുന്നതിനിപ്പുറം പ്രൊട്ടക്ഷൻ എടുക്കുകയാണ്, പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇറ്റ്സെൽഫ്. അയാളെ തന്നെ, അയാളുടെ ഫാമിലിയെ അയാളെ സേഫായിട്ട് വെക്കുകയാണ്, അയാളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ഇവിടെ വന്നിട്ടുള്ളത്. വൈ ഹിയർ ഈസ് ടവർ ഡിവൈൻ, വൈ ഹിയർ ഈസ് ദി ടവർ. പ്യുവർ മസ്കുലൻ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു 10 ഓഫ് കപ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലിയാണ്. നിങ്ങളെ സെപ്പറേറ്റഡ് ആയിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനാണ്, അല്ലെങ്കിൽ ഒരു സോൾ ലെവൽ കണക്ഷനായിട്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ളൊരു കണക്ഷൻ സോൾ ലെവൽ കണക്ഷൻ എന്നുള്ള രീതിക്കായിരിക്കും കണ്ടുപോകുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്കുള്ള അത്രയധികം ട്രസ്റ്റ്, നിങ്ങളുടെ ആ ഒരു സ്നേഹം എല്ലാം ബ്രേക്ക് ചെയ്തു ഒറ്റയടിക്ക് ഒരു വ്യക്തി. ഇപ്പോൾ നിങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂൻ ഓഫ് സോർട്സ് എന്നുള്ള ഒരു എനർജിയിലാണ്. നിങ്ങൾക്ക് അത്രയും എത്രമാത്രം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വെറുക്കാനും ഈ ഒരു ടൈമിൽ പറ്റുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. കാരണം ഓൾറെഡി ഈ 10 ഓഫ് കപ്സ് എന്നുള്ളൊരു എനർജി ബ്രേക്ക് ചെയ്തു, നിങ്ങളെ അവിടെ ഒരു ക്യൂൻ ഓഫ് സോർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു വ്യക്തി. Okay, our energies. Why here is Ace of Wands divine? Why here is Ace of Wands? Temperance, bottom of the deck. King of Swords. ടെമ്പറൻസിൻ്റെ തൊട്ട് താഴെ വന്നിട്ടുള്ള കാർഡും ടെമ്പറൻസ് തന്നെയാണ്. ബാലൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ ഈ ഒരു കണക്ഷനിൽ. ഒരു വ്യക്തി, ഈ ഒരു പേഴ്സണ് നല്ല രീതിക്ക് ഈഗോ ഉണ്ട്, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. രണ്ടാമത് ഇവരുടെ സെൽഫിഷ്നെസ്. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ എൻഡിങ്സ് സംഭവിച്ചിട്ടുള്ളത്. അത് വേറൊരു ഇഷ്യൂസും ഇവിടെ ഓവറോൾ എനർജീസിൽ ഈ ഒരു കണക്ഷനിൽ കാണുന്നില്ല. എല്ലാ തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലും നിങ്ങൾ ഇവരുമായിട്ട് ഇവരെ നിങ്ങൾ ഹാപ്പിയാക്കി വെക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, റിലേഷൻഷിപ്പ് ബേസിക് ഫീലിംഗ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, എല്ലാ തരത്തിൽ ഹീലർ എന്നുള്ള രീതിക്ക് ഒക്കെ നിങ്ങൾ ഇവരെ എല്ലാ സിറ്റുവേഷൻസും നിങ്ങളിവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാനും പറ്റുന്നുണ്ട്. പക്ഷേ ഇവർ എന്താ പറയുക, ചില ആളുകളുണ്ടല്ലോ എന്തോരം ചെയ്താലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നന്ദി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജീസാണ് ഇവിടെ ഈ ഒരു പേഴ്സണിനെ എനിക്ക് കാണാം. നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ, പക്ഷേ അവർക്കത് പോരാ, അല്ലെങ്കിൽ അതിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. Here is Temperance. The Star. നിങ്ങളെ തന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ബിക്കോസ് ഇനി ഈ ഒരു കണക്ഷനിൽ മൊത്തത്തിലൊരു സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇതിലിപ്പം കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആർക്കും ഇല്ല, വ്യൂവേഴ്സിനില്ല. അതുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷനും ഇല്ല. രണ്ടും ബാലൻസ്, ടെമ്പറൻസ് കാർഡും സ്റ്റാർ കാർഡും ബാലൻസിനെയാണ് കാണിക്കുന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഹോപ്പ് ഇല്ലെങ്കിൽ പോലും ചെറിയൊരു ഹോപ്പ് എവിടെയോ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ റീഡിങ് കാണുന്നുള്ളത്. ഇപ്പോൾ ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ എനർജീസിൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ബിലീവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എനർജി ആയിരിക്കും ഇത്.
ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറിയതിന് ശേഷവും നിങ്ങൾ ബിലീവ് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ചേഞ്ച് ആവും, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും എൻ്റെ പേഴ്സൺ ചേഞ്ച് ആകും എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ബട്ട് ഇയാളൊരു ചേഞ്ചസും ഉണ്ടായിട്ടില്ല. Why here is the Queen of Swords? Why here is High Priest Divine? Why here is King of Coins? King of Coinsനെ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത് Queen of Coins ആണ്. ഓക്കെ, ഗുഡ്. Eight of Pentacles, Nine of Swords, bottom of the deck, Six of Cups. വളരെ റെയർ കേസസിൽ മാത്രം നിങ്ങൾ ഈ ഒരു വ്യക്തി തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കേട്ടോ. നിങ്ങൾ പാസ്റ്റ് ലൈഫിലെ കർമാസിനെ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ആളുകളെ ഒന്നും ആക്സിഡൻ്റലി മീറ്റ് ചെയ്യുന്നൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും കർമാസ് അവരുമായിട്ട് ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരെ മീറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഈ ഒരു റീഡിങ്സിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി എഫേർട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എഫേർട്ട് എടുക്കാം ഈ ഒരു കണക്ഷനിൽ. മനസ്സിലായോ? എഫേർട്ട് എടുക്കുന്നതിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഒബ്സ്റ്റിക്കിൾസോ ചാലഞ്ചസോ ഇയാൾക്ക് അത്രയും പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസും ഇയാളുടെ ലൈഫിലില്ല. ബട്ട് ഈ ഒരു വ്യക്തി എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ്. ഇവർ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി ഇഷ്യൂസ് മാത്രമൊന്നും അല്ല ഇവിടെ മെയിൻ റീസൺ വരുന്നുള്ളത്. കുറച്ചൊക്കെ ഇയാളുടെ ഈഗോയാണ്, വേണ്ട എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത് എൻഡ് ആക്കിച്ചേക്കാം, ഇനി ഇതിൽ എഫേർട്ട് എടുത്തിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ആക്കണ്ട, ഒരു വള്ളിയാകും എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നല്ല രീതിക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആളുകൾ പൊതുവെ എങ്ങനെയാണ് ഒരു കണക്ഷൻ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്നതിന് മെയിൻ റീസൺ എന്താ? അവർ ഇമോഷണലി ഇവിടെ ബാലൻസ്ഡ് ആയതുകൊണ്ടാണ്. അവർക്ക് ആ ഒരു കണക്ഷൻ ഇനി വേണ്ട എന്നുള്ളൊരു, അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ്, ഫൈനാണെന്നുള്ളൊരു എനർജിയിൽ നിൽക്കുമ്പോഴാണ് ആൾക്കാർ മൂവ് ചെയ്ത് നമ്മുടെ അടുത്തുനിന്ന് പോകുന്നുള്ളത്. എന്ന് പറഞ്ഞ പോലത്തെ സെയിം എനർജീസാണ് ഇവർ ബാലൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ആ ഒരു ഫെമിനൻ മസ്കുലൻ എനർജി ബാലൻസ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു വ്യക്തി ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ്, ഫൈനാണെന്നുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് ഒരു വ്യക്തി ആയിട്ടുണ്ട്. അതാണ് ഇവിടെ മെയിൻ റീസൺ. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റിൽ വെയിറ്റിങ്ങിലാണ് ഈ ഒരു വ്യക്തിയെ. ഇവർ തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇവിടെ ആൻസൈറ്റി ഉണ്ട്, ഡിപ്രഷനുണ്ട്, ശരിക്കും ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഹെൽത്ത് ഇഷ്യൂസ് പോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവാം. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, പ്രോപ്പറായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ജോബ് ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു കണക്ഷൻ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി അധികം സ്ട്രെസ് ഉണ്ട് ഈ ഒരു ടൈമിൽ. ഒന്നിലും ഒരു ഹാപ്പിനെസ് ഇല്ലായ്മ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, മൊത്തത്തിലൊരു ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ്. മൊത്തത്തിൽ നമുക്കുള്ള എന്താ പ്രസൻറ്റ് എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലൊരു എൻഡിങ്സാണ് ഫീൽ ചെയ്യുന്നത് എല്ലാ തരത്തിലും. നിങ്ങളുടെ ഇമോഷണലി നിങ്ങളെ ഡൗൺ ആക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ തരത്തിലും നിങ്ങൾ ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്തു എന്ന് പറയാം. മൊത്തത്തിൽ നിങ്ങൾക്കൊരു ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു നിങ്ങൾക്ക് ലോസ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി, നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ചില ടൈമിൽ എന്താ ട്രസ്റ്റുകൾ പോലും ബ്രേക്ക് ചെയ്യുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജീസ് അതിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ് ആണ് ഇവിടെ നമുക്ക്. 6 ഓഫ് കപ്സിൻ്റെ എനർജീസ് കാണാൻ പറ്റുന്നുണ്ട്, 10 ഓഫ് കപ്സിൻ്റെ എനർജീസ് കാണാൻ പറ്റുന്നുണ്ട്. വാട്ടർ സൈൻ, പിന്നെ ഫയർ സൈൻ ആണ് കേട്ടോ. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസ്. എയർ സൈൻ ഉണ്ട്, ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജീസ്. ഓക്കെ, സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ്. എർത്ത് സൈൻ. ഓക്കെ, നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ 10 ഇമ്പോർട്ടൻ്റ് ആണ്, 7 ഇമ്പോർട്ടൻ്റ് ആണ്, 20 ഇമ്പോർട്ടൻ്റ് ആണ്, 24 ഇമ്പോർട്ടൻ്റ് ആണ്, 27 ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് 9 ഇമ്പോർട്ടൻ്റ് ആണ്, 8 ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 34 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 34 ഞാൻ പറഞ്ഞത് മേ ബി നിങ്ങളുടെ ആരുടെയും ഏജ് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഏജ് ആണ് 34 ഞാൻ പറഞ്ഞിട്ടുള്ളത്.
കുറച്ച് ക്ലൂസ് ഞാൻ പറഞ്ഞത് മെയിനായിട്ട് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് റെയർ കേസസിൽ എനിക്ക് തോന്നുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഈ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കും ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സ്റ്റിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫ്രണ്ട് എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നോ ഇൻട്രസ്റ്റഡ് ആണെന്നോ ഉള്ള കാര്യമൊന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോൾ ലെവൽ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. രണ്ടുപേർക്കും ഈഗോ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഈഗോ കുറച്ച് കൂടുതലായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയുടെ. അതുകൊണ്ട് തന്നെ ഇവർ ഒന്നും കൺഫസ് ചെയ്യുന്നുണ്ടാവില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ഒരു എനർജിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നുള്ളത് കേട്ടോ. ഈ മെജിഷ്യൻ്റെ കാർഡ് ഇവിടെ വന്നത് എന്താണെന്നറിയോ? ഈ മെജിഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കണ്ടിന്യൂ ചെയ്യാനാണ് യൂണിവേഴ്സും ഡിവൈനും പറയുന്നുള്ളത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ബാലൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. കാരണം ഇവിടെ സ്റ്റാർട്ട് കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ എൻഡ് ആയി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഹോപ്പിനുള്ള സാധ്യതയുണ്ട് ഇവിടെ. അതാണ് യൂണിവേഴ്സും ഏഞ്ചൽസും പറഞ്ഞത്. ഏഞ്ചൽസും യൂണിവേഴ്സും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഈ ഒരു കണക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്നാണ് പറയുന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.